नमस्ते मेरे प्यारे बच्चों, आप सबको हमारे हिंदी ഓൺലൈൻ കക്ഷാ की ओर സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കാം അല്ലേ? പുതിയൊരു പാഠം കൂടി പഠിക്കുകയാണ്. അതേ പാഠത്തിലെ തന്നെയാണ് കേട്ടോ. നോക്കുക, അവിടെ മുകളിൽ എന്താ എഴുതിയിരിക്കുന്നത്? ഉദ്ഘോഷണ എന്ന് എഴുതിയിട്ടുണ്ട് അല്ലേ? എന്താണ് ഉദ്ഘോഷണ എന്നറിയോ? നമ്മൾ ഈ യൂണിറ്റ് തുടങ്ങിയ പാടെ പഠിച്ചിരുന്നു അല്ലേ? റെയിൽവേ സ്റ്റേഷനിൽ ഉദ്ഘോഷണയുണ്ട്. എന്തായിരുന്നു? അനൗൺസ്മെൻറ്റ് അല്ലേ? അതെ, റെയിൽവേ സ്റ്റേഷനിൽ, ബസ് സ്റ്റാൻഡിൽ, എയർപോർട്ടിൽ, അങ്ങനെ പിന്നെ പൊതുസ്ഥലങ്ങളിലൊക്കെ നമ്മൾ ചില ഭാഗങ്ങളിലൊക്കെ ഈ അനൗൺസ്മെൻറ്റ് കേൾക്കാറുണ്ട് അല്ലേ? അപ്പോൾ നമ്മൾ അന്ന് പഠിച്ചിരുന്നത് റെയിൽവേ സ്റ്റേഷനിലുള്ള ഉദ്ഘോഷണയായിരുന്നു അല്ലേ? ഇത് നോക്കുക, ഇവിടെ മുകളിൽ റോഡിലൂടെ ഒരു വാഹനത്തിൻ്റെ മുകളിൽ അല്ലേ ബോക്സ് വെച്ചിട്ട് അതിലിങ്ങനെ സൗണ്ടൊക്കെ കാണുന്നുണ്ട് അല്ലേ? പിന്നെയോ താഴെ ആ ചിത്രം കാണുമ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നുന്നുണ്ട്? അതെ, അതൊരു ക്ലാസ് റൂമാണ് അല്ലേ? ക്ലാസ് റൂമിൽ സ്കൂളിൽ ടീച്ചറും കുട്ടികളും ഇരിക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ ഈ രണ്ട് സ്ഥലത്തും എന്തുണ്ട്? ഉദ്ഘോഷണ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇന്ന് ആ രണ്ട് സ്ഥലങ്ങളിലുള്ള ഉദ്ഘോഷണ എന്തൊക്കെയാണെന്ന് നോക്കാം അല്ലേ? മുകളിൽ എന്താ? വാഹനത്തിൽ അനൗൺസ്മെൻറ്റ് പറഞ്ഞു പോവാണ്. എന്തൊക്കെയായിരിക്കും വാഹനങ്ങളിൽ അനൗൺസ്മെൻറ്റ് പോവുക? അതെ, ഏതൊക്കെയാണ്? ചില രാഷ്ട്രീയ കാര്യങ്ങൾ പറയുന്നതിന് പോകാറുണ്ട്. അസുഖങ്ങൾ പരത്തുമ്പോൾ അതിൽ നമ്മൾ ശ്രദ്ധ കൊടുക്കണം, അത്തരം കാര്യങ്ങൾ പറയാറുണ്ട്. പ്രോഗ്രാമുകൾ നടക്കുന്നതിനെക്കുറിച്ച് പറയാറുണ്ട് അല്ലേ? പിന്നെ നമ്മൾ ഇലക്ഷൻ അല്ലേ, തിരഞ്ഞെടുപ്പ് വരുമ്പോൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അവരുടെ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കണം എന്ന് പറഞ്ഞ് മൈക്കിൽ അനൗൺസ് ചെയ്തിട്ട് പോവാറുണ്ട് അല്ലേ? നോക്കാം ഇവിടെ എന്താണെന്ന് നോക്കൂ. പ്യാരേ ഗാവ് വാലോ അല്ലേ? എന്താ പറയുന്നേ? പ്രിയപ്പെട്ട ഗാവ് വാലോ, ഗ്രാമവാസികളെ അല്ലേ? ഗാവ് വാലോ എന്നാണ് പറയുക. ഓ ചിഹ്നമാണ് ഉപയോഗിക്കുക അവിടെയൊക്കെ. ഉദ്ഘോഷണ പറയുമ്പോൾ ഓ എന്നാണ് അവസാനമായിട്ട് വരിക വാക്ക്. പ്യാരേ ഗാവ് വാലോ, അയിലൂർ പ്ലാസ്റ്റിക് മുക്ത പഞ്ചായത്ത് ഘോഷിത് കിയാ ഗയാ ഹൈ. എന്താണ്? ആപ് ലോഗോं से अनुरोध है कि प्लास्टिक की थैलियों का इस्तेमाल न करें അല്ലേ? എന്താ പറയുന്നത്? പ്യാരേ ഗാവ് വാലോ, പ്രിയപ്പെട്ട ഗ്രാമവാസികളെ, അയിലൂർ പ്ലാസ്റ്റിക് മുക്ത പഞ്ചായത്ത് ഘോഷിത് കിയാ ഗയാ ഹൈ അല്ലേ? അയിലൂർ പ്ലാസ്റ്റിക് മുക്ത പഞ്ചായത്ത്, അത് ഇൻവെർട്ടർ കോമയിൽ കൊടുത്തിരിക്കുന്നുണ്ടോ? അയിലൂർ എന്നുള്ളത് ഗ്രാമത്തെ പ്ലാസ്റ്റിക് മുക്ത പഞ്ചായത്തായിട്ട് ഘോഷിത് കിയാ ഗയാ ഹൈ. ഘോഷിത് കിയാ പറഞ്ഞാൽ അനൗൺസ് ചെയ്യുന്നു, പ്രഖ്യാപിക്കുന്നു അല്ലേ? അയിലൂർ ഗ്രാമപഞ്ചായത്തിനെ പ്ലാസ്റ്റിക് വിമുക്ത പഞ്ചായത്തായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് അല്ലേ? അതുകൊണ്ട് എന്ത് ചെയ്യാ? ആപ് ലോഗോं से അനുരോധ് ഹൈ കി, നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് എന്തെന്നാൽ പ്ലാസ്റ്റിക് കി ഥൈലിയോം കാ ഇസ്തേമാൽ ന കരേം. പ്ലാസ്റ്റിക്കിൻ്റെ ഥൈലിയോം എന്ന് വെച്ചാൽ എന്താ? സഞ്ചി, മീൻസ് ബാഗ് അല്ലേ, കവർ ഒക്കെ. അപ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെ സഞ്ചി, ബാഗുകളൊക്കെ ഇസ്തേമാൽ ന കരേം. ഇസ്തേമാൽ പറഞ്ഞാൽ പ്രതീക്ഷിക്കുക എന്നൊക്കെയാണ്, അതായത് എന്താ ശേഖരിക്കുക എന്നൊക്കെ അർത്ഥം. അപ്പോൾ ഇത്തരം പ്ലാസ്റ്റിക് ബാഗുകൾ നിങ്ങൾ എന്ത് ചെയ്യരുത്?
സൂക്ഷിക്കരുത്, നിങ്ങൾ കൈവശം വെക്കരുത്, അതൊക്കെ എന്ത് ചെയ്യുക, ഇനി അതൊന്നും ഉപയോഗിക്കരുത് എന്നാണ് അവിടെ അനൗൺസ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ എന്തായിരുന്നു, ഇപ്പോൾ ഇതൊരു അനൗൺസ്മെൻ്റ് ആണല്ലേ. ഇനി അടുത്ത ഒരു അനൗൺസ്മെൻ്റ് നോക്കുക, സ്കൂളിലാണ് അല്ലേ. നോക്കൂ, ബച്ചോ कृपया ध्यान दें, कल शाम 4 बजे हिंदी मंच की एक विशेष बैठक 7वीं कक्षा में होने वाली है. मंच के सदस्यों से अनुरोध है कि ठीक समय पर उपस्थिति हो. എന്താ പറയുന്നത്, ബച്ചോ കൃപയാ ധ്യാൻ ദേ, കുട്ടികളെ പ്ലീസ് അല്ലേ, കൃപയാ എന്ന് വെച്ചാൽ പ്ലീസ് ദയവ് ചെയ്ത്, ധ്യാൻ ദേ ശ്രദ്ധ നൽകൂ അല്ലേ, ശ്രദ്ധ തരൂ എന്ന് പറയുന്നത്, അതായത് ഇവിടെ ശ്രദ്ധിക്കൂ. എന്താ പറയുന്നത്, കൽ ഷാം 4 ബജെ, കൽ മീൻസ് നാളെ, ഷാം 4 ബജെ, ഷാം മീൻസ് ഈവനിങ് അല്ലേ, 4 ബജെ 4 മണിക്ക്, ഹിന്ദി മഞ്ച് കി, ഹിന്ദി മഞ്ചിൻ്റെ, മഞ്ച് മീൻസ് ഗ്രൂപ്പ്, സംഘം അല്ലെങ്കിൽ ക്ലബ്ബ് എന്നൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഹിന്ദി ക്ലബിൻ്റെ എക് വിശേഷ് ബൈഠക്, ഒരു സ്പെഷ്യൽ, ബൈഠക് മീൻസ് മീറ്റിംഗ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ബൈഠക് പറഞ്ഞാൽ സിറ്റിംഗ് എന്നാണ് അർത്ഥം, ഇരിക്കുക. എന്താ, ഒരു സ്പെഷ്യൽ മീറ്റിംഗ് എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. 7वीं कक्षा में होने वाली है, 7ാം ക്ലാസ്സിൽ നടക്കുന്നുണ്ട് അല്ലേ. നാളെ വൈകുന്നേരം 4 മണിക്ക് ഹിന്ദി ക്ലബിൻ്റെ ഒരു സ്പെഷ്യൽ മീറ്റിംഗ് 7ാം ക്ലാസ്സിൽ നടക്കും. मंच के सदस्यों से अनुरोध है कि അല്ലേ, ക്ലബിൻ്റെ സദസ്യോ മീൻസ് അംഗങ്ങൾ, ക്ലബിൻ്റെ അംഗങ്ങളുടെ ശ്രദ്ധയ്ക്ക് ठीक समय पर उपस्थिति हो, കൃത്യസമയത്ത് ഉപസ്ഥിതി പറഞ്ഞാൽ അവിടെ പ്രസൻ്റ് ആവുക, അവിടെ ഹാജരാവുക എന്നാണ്. കൃത്യസമയത്ത് തന്നെ മീറ്റിങ്ങിൽ പങ്കെടുക്കുക, ഹാജരാവുക അല്ലേ, ഹാജരാവൂ എന്നാണ് അടുത്ത അനൗൺസ്മെൻറ്റ് പറയുന്നത്. ക്ലിയർ അല്ലേ? അപ്പോൾ ഇന്ന് നമ്മൾ 2 ഉദ്ഘോഷണം പഠിച്ചു. ഈ 2 ഉദ്ഘോഷണം നിങ്ങൾ നോട്ടിലേക്ക് എഴുതിയെടുക്കണം. ഓക്കെ, എന്താണ് ഉദ്ഘോഷണയുടെ പ്രത്യേകത? ഉദ്ഘോഷണയുടെ പ്രത്യേകത, ആദ്യം ആർക്കാണോ ഉദ്ഘോഷണം പറയുന്നത്, ആർക്ക് വേണ്ടിയിട്ടാണോ, ആര് കേൾക്കാൻ വേണ്ടിയിട്ടാണോ അവരെ നമ്മൾ എന്ത് ചെയ്യുന്നു, അഭിസംബോധന ചെയ്യണം. സ്കൂളിലാണെങ്കിൽ പ്യാരേ ബച്ചോ എന്ന് പറയണം അല്ലേ, പ്രിയപ്പെട്ട കുട്ടികളെ. ഇനി എന്താ നമ്മൾ നേരത്തെ പറഞ്ഞത് ഗ്രാമവാസികൾക്കായതുകൊണ്ട് പ്യാരേ ഗാവ് വാലോ, പ്രിയപ്പെട്ട ഗ്രാമവാസികളെ എന്ന് പറഞ്ഞു. ഇനി നമ്മൾ നേരത്തെ പഠിച്ചത് എന്തായിരുന്നു, റെയിൽവേ സ്റ്റേഷനിൽ അല്ലേ. അങ്ങനെ ആവുമ്പോഴോ, റെയിൽവേ സ്റ്റേഷനിലാവുമ്പോൾ യാത്രിയോം അല്ലേ, യാത്രക്കാരെ അല്ലേ. അങ്ങനെ എന്ത് ചെയ്യണം, ഏത് സ്ഥലത്തിലുള്ള ആളുകൾക്കാണോ നമ്മൾ അനൗൺസ്മെൻറ്റ് കൊടുക്കുന്നത് അവരെ ആദ്യം എന്ത് ചെയ്യണം, വിളിക്കണം. എന്നിട്ട് വേണം നമ്മൾ കാര്യം അവതരിപ്പിക്കാൻ. നമ്മുടെ കയ്യിൽ നോട്ടീസൊക്കെ കിട്ടാറുണ്ടല്ലോ അല്ലേ, മാന്യരെ, പ്രിയരെ എന്ന് വിളിക്കുന്നത് അല്ലേ. ഓക്കെ അല്ലേ, ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം മക്കളെ, ഈ 2 ഉദ്ഘോഷണം നോട്ടിലേക്ക് എഴുതിയെടുക്കുക. കൂടുതൽ ഉദ്ഘോഷണം നമുക്ക് വരും ക്ലാസ്സുകളിൽ പഠിക്കാം. ഓക്കെ, അപ്പോൾ ഇന്ന് ഇത് മാത്രം ചെയ്താൽ മതി. ഒപ്പം നിങ്ങൾക്ക് ചെറിയ 2 ആക്ടിവിറ്റി കൂടി ടീച്ചർ തരാണ്. ടെക്സ്റ്റിലുള്ള ആക്ടിവിറ്റീസാണ്, അത് ടെക്സ്റ്റിൽ തന്നെ എഴുതിയിട്ട് ടീച്ചർക്ക് അയച്ചു തരണം. നോക്കുക, ഇവിടെ നോക്കൂ, ഉചിത് വാക്യ ജോഡേ അല്ലേ, 4 ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. അവിടെ ഉചിത് വാക്യ എന്ന് വെച്ചാൽ ഉചിതമായ വാക്യം, ജോഡേം യോജിപ്പിക്കൂ എന്നാണ്. നോക്കൂ, ഹിന്ദിയിലെയും മലയാളത്തിലെയും പല വാക്കുകളും ഒരേ അർത്ഥമാണ്. കേൾക്കുമ്പോഴും അത് ഒരേപോലെയാണ് കേൾക്കുക, അർത്ഥവും ഒരേപോലെയാണ്. കുറേ വാക്കുകളുണ്ട്. സമധ്വനീയ
സമാന അർത്ഥ വാലേ ശബ്ദ്, അതായത് ഒരേപോലെ ധ്വനി, കേൾക്കുമ്പോഴും ഒരേപോലെയാണ്, അർത്ഥം പറയുമ്പോഴും ഒരേപോലെയാണ്. എന്നാൽ ഹിന്ദിയിൽ കേൾക്കുമ്പോൾ സെയിം ആയിട്ടും അർത്ഥം വേറെ ഉള്ളത് ഒരുപാട് വാക്കുകളുണ്ട്. പക്ഷേ എളുപ്പമാണ് നമുക്ക് ഹിന്ദി അർത്ഥം പഠിക്കാൻ. അതുകൊണ്ട് എപ്പോഴും ടീച്ചർ പറഞ്ഞു തരുന്ന വാക്കുകളിലൂടെ എപ്പോഴും ശ്രദ്ധിച്ച് അർത്ഥം മനസ്സിലാക്കി പോകണം. ഓക്കെ അല്ലേ? നോക്കുക, 4 ചിത്രം കൊടുത്തിട്ടുണ്ട് അല്ലേ? അവിടേക്ക് ഉചിതമായ വാക്യങ്ങൾ നീച്ചേ ദിയാ ഹെ, താഴെ കൊടുത്തിട്ടുണ്ട്. താഴെ കാണുന്നില്ലേ? 4 സെൻറ്റൻസ് താഴെ കാണുന്നുണ്ട് അല്ലേ? എന്തൊക്കെയോ നോക്കൂ. മുന്നി അമൽ കേ പാസ് ഹേ, മുന്നി അമലിൻ്റെ അടുത്താണ്. അടുത്തതോ താഴെ അമൽ ദാദി കേ സാത്ത് ഹേ, അമൽ ദാദിയുടെ അടുത്താണ്. ഇനി ഇപ്പുറത്തെ സൈഡിൽ നോക്കൂ. മുന്നി झूला झूल रही है, മുന്നി ഊഞ്ഞാൽ ആടിക്കൊണ്ടിരിക്കുന്നു. അടുത്തത് അമൽ ദാദാജി സേ മില, അമൽ മുത്തശ്ശനെ കണ്ടു അല്ലേ? ഈ 4 സെൻറ്റൻസ് ടീച്ചർ നോക്കൂ പറഞ്ഞും തന്നു. ഇനി നിങ്ങൾ എന്ത് ചെയ്യുക? അതിന് ചിത്രത്തിന് യോജിച്ച സെൻറ്റൻസ് അവിടെ തിരഞ്ഞെടുത്ത് എഴുതുക അല്ലേ? അർത്ഥം പറഞ്ഞു തന്നപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈസിയാണ്, അറിയാം. എങ്കിലും എഴുതിയെടുക്കുക. ടെക്സ്റ്റിൽ എഴുതിയിട്ട് ആ വിട്ടുപോയ കോളത്തിൽ എഴുതിയിട്ട് അയച്ചു തരണം. ഓക്കെ. ഇനി അടുത്ത ആക്ടിവിറ്റി നിങ്ങൾക്കൊക്കെ ഇഷ്ടമുള്ള ഒരു ആക്ടിവിറ്റിയാണ്. നമ്മൾ കഥാബുക്ക് വാങ്ങുമ്പോൾ ആദ്യം ചെയ്യുന്നത് എന്തായിരിക്കും? അതെ, നോക്കൂ, നമ്മുടെ കഥാപുസ്തകങ്ങളിലൊക്കെ ഇങ്ങനെ കണ്ടാൽ നമുക്ക് ആദ്യം ഇത് ഇഷ്ടമായിരിക്കും അല്ലേ? കളിക്കാൻ വേഗം അത് വരച്ച് വെക്കും അല്ലേ? അപ്പോൾ ഇതിലും അത്ര തന്നെ ഉള്ളൂ. പക്ഷേ ഇതിലൊരു കാര്യം ശ്രദ്ധിക്കണം. മുകളിൽ ഒരു ബോയ് നിൽക്കുന്നുണ്ട് അല്ലേ? താഴെ വീടുണ്ട്. അപ്പോൾ ഇതിലേക്ക് കണക്ഷൻ നമുക്കറിയാം. ഈ ചിത്രം കാണുമ്പോൾ തന്നെ അറിയാം ആ കുട്ടിക്ക് എന്ത് ചെയ്യണം? വീട്ടിലേക്ക് എത്തണം. രാസ്ത ഢൂണ്ഠേ അല്ലേ? രാസ്ത എന്ന് വെച്ചാൽ വഴി, വഴി കണ്ടുപിടിക്കൂ അല്ലേ? വഴി കണ്ടുപിടിക്കാൻ ഇത് നിങ്ങൾക്കറിയാം. പക്ഷെ എങ്കിലും അതിനൊരു ഒരു പ്രത്യേകത കൂടിയുണ്ട്. ആ വഴികൾക്കിടയിലൊക്കെ ഓരോരോ ഹിന്ദി വാക്കുകളുണ്ട്. ആ ഹിന്ദി വാക്കുകളിൽ നമ്മൾ ഇത്രയും നേരം പഠിച്ച പാഠങ്ങളിലുള്ള വാക്കുകളാണ്. അപ്പോൾ ആ വഴിയിലൂടെ, അപ്പോൾ അത് അമലാണെങ്കിൽ അമലിന് വീടെത്തുന്നത് വരെയുള്ള ഒരു വഴിയാണ്. അപ്പോൾ ആ സെൻറ്റൻസുകളിലൂടെ ആ വാക്കുകളിലൂടെ നിങ്ങൾ എന്ത് ചെയ്യുക? ഇപ്പുറത്തെ വീട്ടിലേക്ക് എത്തിക്കണം. നോക്കൂ, ആദ്യം കയറുമ്പോൾ റെയിൽവേ സ്റ്റേഷൻ അല്ലേ? റെയിൽവേ സ്റ്റേഷന് തൊട്ടടുത്ത് എന്താ നമ്മൾ? റെയിൽഗാഡി ശരിയല്ലേ? നമ്മൾ അമലിൻ്റെ പാഠം പഠിച്ചതിൽ. ഇനി അതിൽ നിന്ന് അവിടെ നിന്ന് അങ്ങോട്ടുള്ള വഴിയിലൂടെ നിങ്ങൾ എന്ത് ചെയ്യുക? നേരെ ആ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിക്കുക. ക്ലിയർ അല്ലേ? ഇത് നിങ്ങൾ ടെക്സ്റ്റിൽ ചെയ്യണം. ഓക്കെ. ഇനി അടുത്തൊരെണ്ണം കൂടി. അടുത്തത് നോക്കൂ, ശബ്ദ് ബനായേ. ഇവിടെ ശബ്ദ് ബനായേ, വാക്കുകൾ ഉണ്ടാക്കുക. ശബ്ദം അല്ലേ? വാക്കുകൾ ഉണ്ടാക്കുക. അത് എളുപ്പമാണ് അല്ലേ? ഒന്നാമത്തെ വാക്ക് അവിടെ കൊടുത്തിട്ടുണ്ട്, കട്ട്ഹൽ. എന്താ കട്ട്ഹൽ എന്ന് വെച്ചാൽ? അതെ, ചക്ക അല്ലേ? ജാക്ക് ഫ്രൂട്ട്. കട്ട്ഹൽ എന്ന വാക്കിന് പറ്റിയ വാക്കുകൾ, അക്ഷരങ്ങൾ അവിടെ ഉണ്ടായിരുന്നു അല്ലേ? ഇനി അതേപോലെ ഓരോരോ ബോക്സിലുള്ള വാക്കുകൾ ഉപയോഗിച്ച്, അക്ഷരങ്ങൾ ഉപയോഗിച്ച് ഓരോരോ വാക്കുകൾ നിങ്ങൾ ഉണ്ടാക്കുക. വാക്കുകൾക്ക് അർത്ഥമുണ്ടായിരിക്കണം അല്ലേ? അല്ലാതെ വെറുതെ നമ്മൾ 2-3 അക്ഷരങ്ങൾ കൂടിച്ചേർന്ന വാക്കാവില്ല. എന്താവണം? ആ ശബ്ദത്തിന് അർത്ഥമുണ്ടാവണം. ക്ലിയർ അല്ലേ എല്ലാവർക്കും? ഓക്കെ. അപ്പോൾ നല്ല കുട്ടികളായിട്ട് ക്ലാസ്സിൻ്റെ ആക്ടിവിറ്റീസൊക്കെ ചെയ്ത് ടീച്ചർക്ക് അയച്ചു തരാം കേട്ടോ. ഓക്കെ, താങ്ക് യു.